ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ബഷീർ. ബഷീർ തന്നെയാണ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത്. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 5. ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം സുവാർത്ത നൽകുന്നവൻ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം? ഉത്തരം 1908 ജനുവരി 21. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം പിതാവ് കായി അബ്ദുറഹ്മാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീർ വിവാഹിതനായത് എന്ന്? ഉത്തരം 1958 ഡിസംബർ 18. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം ഫാത്തിമ ബീബി, അല്ലെങ്കിൽ ഫാബി ബഷീർ. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം? ഉത്തരം ഷാഹിന, അനീസ്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം, കോഴിക്കോട് വെച്ചുള്ള. ബഷീറിന് ആദ്യമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരം ഏത്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. ബഷീറിൻ്റെ ആദ്യ കൃതി? ഉത്തരം പ്രേമലേഖനം, 1942. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ? ഉത്തരം പ്രേമലേഖനം. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ? ഉത്തരം തങ്കം. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി? ഉത്തരം സർപ്പയജ്ഞം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉത്തരം ഉജ്ജീവനം. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിൽ ആണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം ന്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഉത്തരം ഇമ്മിണി ബല്യ 1.
രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി. ഉത്തരം ശബ്ദങ്ങൾ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി. ഉത്തരം ബാല്യകാലസഖി. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി. ഉത്തരം ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര്? ഉത്തരം പ്രേം നസീർ. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഉത്തരം മതിലുകൾ. 1990-ലാണ്. നീലവെളിച്ചം എന്ന ബഷീറിൻ്റെ കഥ ചലച്ചിത്രം ആയത് ഏത് പേരിൽ? ഉത്തരം ഭാർഗവീനിലയം. മൂക്ക് കഥാപാത്രമായ ബഷീർ കൃതി. ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ബഷീർ എഴുതിയ നാടകം. ഉത്തരം കഥാബീജം. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം. ഉത്തരം നേരും നുണയും. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിൽ ഉള്ളതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി. ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിൽ ആണ്. ഏതാണ് ഈ കഥ? ഉത്തരം അനർഘനിമിഷം. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി. ഉത്തരം ഒഴിഞ്ഞ വീട്. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റിൻ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കഥ. ഉത്തരം തേന്മാവ്. ബഷീർ അഭിനയിച്ച സിനിമ. ഉത്തരം ധ്വനി. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി. ഉത്തരം ബഷീർ. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം. ഉത്തരം 1993. വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം. ഉത്തരം 1993. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി. ഉത്തരം
ബാലാമണിയമ്മ. ബഷീർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1994 ജൂലൈ 5. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി? ഉത്തരം യാ ഇലാഹി. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ? ഉത്തരം പ്രേംപാറ്റ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ്? ഉത്തരം EM അഷറഫ്. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ ബാലകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതി? ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹളം. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് MB രഘുനാഥൻ രചിച്ച കൃതി ഏത്? ഉത്തരം ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം റൊണാൾഡ് E. ആഷർ. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത്? ഉത്തരം പ്രൊഫസർ MK സാനു. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം OV വിജയൻ.